സേ പ്രിവിയത് ഫ്രം റഷ്യ. എല്ലാവർക്കും ഹായ്. ഇന്ന് നമ്മളെ റൂം കാണിക്കുന്നില്ല. എല്ലാവരും പറഞ്ഞ് നമ്മളെ റൂം കണ്ട് മടുത്ത്. അപ്പം ഇന്ന് നമ്മൾ ഒരു നൈറ്റ് ഔട്ട്, കുറച്ച് ഉറക്കെ സംസാരിക്കണം. നമ്മൾ ഇന്നൊരു നൈറ്റ് ഔട്ട് ഒരു പുറത്ത് പോവാണ്. സമയം രാത്രി 7 മണിയായി. ഇരുടായിട്ടില്ല. ഇന്ന് ഞാൻ എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പം ഒരാൾ പറഞ്ഞ് ഒരു 6 മണിയായിട്ടോ ഞാൻ എത്തിയപ്പോൾ 6-6:30 പറഞ്ഞ ഞാൻ 2 ദിവസമായി റൂമിലിരിക്കുന്നത്, എനിക്ക് എവിടേക്കെങ്കിലും പോകണം, മടുത്ത്. അപ്പം ഞാൻ ടയേർഡാണെങ്കിലും ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് പാവം തോന്നി ഗൈസ്. അപ്പം നമ്മൊന്ന് ഇന്നും പുറത്ത് കൊണ്ടുപോകും. എന്നെയാണ് ഇവർക്ക് പാവം തോന്നിയത്. അതായത് നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യത്തെ നൈറ്റ് ലൈഫ് കാണിക്കുക, പിന്നെ എന്തെങ്കിലും ഭക്ഷണം. നമ്മളിന്ന് KFC കഴിക്കാൻ തീരുമാനിച്ചു. നമ്മളിപ്പോൾ ഇന്ത്യൻ ഫുഡ് മാത്രമായി കഴിക്കുന്നത്. വീട്ടിൽ നിന്ന് ശിങ്കു ഉണ്ടാക്കുന്ന ഫുഡ് കഴിച്ച് ഇതില് താല്പര്യമില്ല, പക്ഷേ ഏതില് ഫുഡ് കഴിക്കണില്ല. അങ്ങനെയല്ല, പുറത്ത് പോയി ഫുഡ് കഴിക്കുന്നില്ല. കാരണം ഈ പുറത്ത് പോയി ഫുഡ് കഴിക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ പ്രശ്നങ്ങളുണ്ടാവും. അപ്പം എനിക്കെപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കാനാണ് ഇഷ്ടം. പക്ഷെ നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക്, ഒരു പൂതി പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ എന്തായാലും പുറത്ത് പോയി ഇന്നത്തെ ഡിന്നർ കഴിക്കും. നൈറ്റ് വർക്ക് അത് കഴിഞ്ഞൊരു ഡിന്നറും കഴിച്ച് നേരെ റൂമിലോട്ട്. അതാണ് ഇന്നത്തെ പരിപാടി. ഓക്കെ, അപ്പോൾ ഇന്ന് റഷ്യൻ നൈറ്റ് ലൈഫും ഇതൊക്കെ കാണിച്ചു തരാം. ഇവിടെ തണുപ്പ് കാരണം കൂടുതൽ നൈറ്റ് ലൈഫ് ഉണ്ടാവില്ല. എല്ലാവരും 9 മണിയാകുമ്പത്തേനും കൂട്ടി കയറും. അപ്പോൾ നമ്മളിന്ന് ആദ്യം ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ അപ്പുറത്തുള്ള പോയി KFC കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ ബസ് സ്റ്റാൻഡിലോട്ടാണ് നടക്കണേ. പോണ വഴിക്ക് ഓരോ കാഴ്ചകൾ കാണിച്ചു കൊടുക്കാം അല്ലേ? അപ്പം ഇതാണ് ഷിങ്കുവിൻ്റെ അർക്കാങ്കിഷ് ടൗണ്. ഇതാണ് നമ്മളെ ഏറ്റവും അടുത്തുള്ള 100 മീറ്റർ അടുത്തുള്ള ഞങ്ങളെ മാൾ കേട്ടോ. ഇവിടെ സംഭവം McDonald's ഒക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ ഈ ടൗണിൽ മൊത്തം 4-5 KFC ഉണ്ട്. അപ്പോൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള KFC പോകണമെന്ന് പറഞ്ഞിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. ഷിങ്കുവിൻ്റെ ടൗണ്. നീ പറയണ ഒന്നും കേൾക്കുന്നില്ല ഷിങ്കു. ഗൈസ്, നമുക്ക് കയറാനുള്ള ബസ് വന്നിട്ടേ. ഇതാണ് ബസ്. പേടിക്കണ്ട, കേറിക്കോ. ഷിങ്കുവിന് ഒടുക്കത്തെ പേടിയ. ഈ ബസ് നമ്മൾ അടുത്ത ബസ് കയറില്ലേ? ഷിങ്കു അവിടെ ഇരിക്കുന്നില്ല. ശരിക്ക് അപ്പം നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങി. ഇവിടെ ബസ്സിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ്സിൽ എപ്പോഴും കണ്ടക്ടർ ഉണ്ടാവും അല്ലേ? എന്നാലും മാത്രം ടിക്കറ്റ് എടുത്താൽ മതി. കണ്ടക്ടർ ഇല്ലെങ്കിൽ ടിക്കറ്റ് കൊടുക്കണ്ട. അവിടെ ഫ്രണ്ടിൽ അടിക്കണം, പക്ഷെ ആരും കൊടുക്കണല്ലേ? ബസ്സിൽ കണ്ടക്ടർ ഇല്ല, അവിടെ പോയി പഞ്ച് ചെയ്യണം കാർഡ്. ഈ നൈറ്റ് ലൈഫിന്റെ ലൈറ്റ് ഒക്കെ കണ്ടു തുടങ്ങിയല്ലോ ഗൈസ്. അവിടെ ഒരു പുഴയാണോ അത്? റിവർ സൈഡ്. അപ്പം റിവറിലോട്ട് പോവാം. നൈറ്റ് ലൈഫ് കാണിച്ചു തരാം. ഇതൊക്കെ ഇവിടുത്തെ അടിപൊളി പാർക്കുകളാണ്. നൈറ്റ് മൊത്തം നമുക്ക് ഇവിടെ വന്നിട്ട് സ്പെൻഡ് ചെയ്യാം, ഫുഡ് കഴിക്കാം. ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്താണെന്ന് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പട്ടികളൊക്കെ ആയിട്ട് ഇവിടെ വരും. പിന്നെ ഫാമിലി കുട്ടികളൊക്കെ ആയിട്ട് കളിപ്പിക്കാൻ കൊണ്ടുവരും. അതൊക്കെയാണ് ഇപ്പോഴത്തെ പരിപാടി. വിന്റർ ആയി കഴിഞ്ഞാൽ ഇവിടെ ഒരു മനുഷ്യൻ ഉണ്ടാവില്ല. വരുമോ? വിന്റർ ആയി കഴിഞ്ഞാല് പട്ടീനെ ഇവിടെ ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. ഇവിടെ ആരും അങ്ങനെ അപ്പുറത്തെ വീട്ടിൽ സമ്പർക്കമില്ലല്ലോ. അപ്പൊ ഇവരെന്താ കാലത്തും ജോലിക്ക് പോണതിന് മുമ്പ് പട്ടീനെ നടത്തിപ്പിക്കാൻ കൊണ്ടുപോകും, വൈകിട്ട് വന്നിട്ടും ബാക്കി. അപ്പൊ അവർക്ക് ഒരു റിലാക്സേഷൻ ആണ് പട്ടീനെ നടത്തിപ്പിക്കലായി. ഒരു പെറ്റ്സിനൊക്കെ കുഞ്ഞു മക്കളെ പോലെ. ഒരു പുഴ കാണുന്നുണ്ടോ നിങ്ങളവിടെ? അവിടെ എല്ലാവർക്കും ഇങ്ങനെ താറാവിനൊക്കെ തീറ്റിട്ടോ. നൈറ്റ് ലൈഫ് എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ഇതൊക്കെയാണ് കേട്ടോ. പിന്നെ സിറ്റിയിലോട്ടുള്ള നൈറ്റ് ലൈഫ് നമ്മൾ പോകുന്നുണ്ട്. അങ്ങ് അവിടെ ഒരു പാലം കണ്ടോ. ഇനി നമ്മൾ KFCയിലോട്ട് പോവാണ്. ഷിങ്കുവിന് വിശക്കുണ്ട്. എന്നാൽ അവിടെ പോയി ഭക്ഷണം കഴിച്ച് കഷ്ടപ്പെട്ട് വന്നാൽ അതങ്ങനെ അടച്ചാലോ? 10 മണി വരെ ഉണ്ട്. 7:37 ആയിട്ടേ ഉള്ളൂ ഷിങ്കു. പാർക്കിലൊക്കെ നല്ല ലൈറ്റ് ഒക്കെ ടച്ചാണ് അല്ലേ? നമ്മള് എന്താട്ടോ KFC എത്തി. ഇത് KFC അല്ല. ഇവിടെ ഇപ്പോൾ റഷ്യ-ഉക്രൈൻ യുദ്ധം നടന്നതിന് ശേഷം ഇവിടെ പേര് മാറ്റിയവർ. ഇത് അമേരിക്കൻ ബ്രാൻഡാണല്ലോ. ഒരു റഷ്യനെ എന്തായാലും ബാൻ ചെയ്തുകൊണ്ട് ഇവർ KFCൻ്റെ പേര് മാറ്റി റോസ്റ്റിക്സ് ആക്കിയിട്ടുണ്ട്. പക്ഷേ ടേസ്റ്റൊക്കെ അതുപോലെ തന്നെ. ഉള്ളിൽ പോയിട്ട് ഓർഡർ ചെയ്യാം കേട്ടോ. ഫുഡ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ടോക്കൺ നമ്പറാണ് 2256 949 രൂപ. ഇത്രയും ഐറ്റംസ് ഉണ്ട്, 4-5 ഐറ്റംസ് ഉണ്ട്. എന്തൊക്കെയാണ് വന്നിട്ട് കാണിച്ചു തരാം. വലിയ പ്രൈസ്ഡ് അല്ല കേട്ടോ. നമ്മുടെ നാടൊക്കെ പോലെ തന്നെയാണ്. എല്ലാത്തിനും ഒരു മിനിമം പ്രൈസ് തന്നെയാണല്ലോ. ചിക്കൻ 299,
64 രൂപ ബർഗർ. അങ്ങനെ ആരുമില്ല അവിടെ. ബാക്കി എല്ലായിടത്തൊക്കെ KFC എന്തൊരു തിരക്കാ അറിയോ. ഭയങ്കര തിരക്കാണ് ഇവിടെ. പീസ്ഫുൾ ആയിട്ട് ശിങ്കു വരുന്നുണ്ട് ചിക്കനായിട്ട്. റീലെടുക്കാം. ഞങ്ങളത് ഫിനിഷ് ആക്കട്ടെ. നൈറ്റ് ലൈഫ് ഇല്ലാത്തതാണോ ഞങ്ങൾ ആ സ്ഥലങ്ങൾ മനസ്സിലാക്കാത്തതൊന്നും അറിയില്ല. ഞങ്ങൾ പരമാവധി നൈറ്റ് ലൈഫ് ഉള്ളിടത്തൊക്കെ പോയി വീഡിയോ എടുക്കുന്നുണ്ട്. ഇവിടെ ഇപ്പം ഇങ്ങനെയൊക്കെയാണ് കാണുന്നത്. നേരെ പുറത്ത് പുഴയാണ് കേട്ടോ. ഇത് ചെറിയ സിറ്റിയാ. ഇവിടെ എത്രയേ ഉള്ളൂ? ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. മോസ്കോ അങ്ങനത്തെ ഈ പീറ്റേഴ്സ്ബർഗിൽ പോകുമ്പോഴാണ് നൈറ്റ് ലൈഫും കാര്യങ്ങളൊക്കെ ഉള്ളത്. ശരിയാ. സെന്റ് പീറ്റേഴ്സ്ബർഗിലും മോസ്കോയിലും ഞങ്ങൾ പോയപ്പം, കഴിഞ്ഞ കൊല്ലം പോയപ്പം നല്ല നൈറ്റ് ലൈഫും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്താ സാധാരണ ആൾക്കാർ താമസിക്കുന്നു, ജോലിക്ക് പോകുന്നു. ഈ നൈറ്റിലൊന്നും ഒന്നും ഇവിടെ ഇരിക്കൂല. ജസ്റ്റ് വർക്ക് കഴിഞ്ഞിട്ട് അവര് നടക്കാനും റിലാക്സ് ചെയ്യാനൊക്കെ വരും. പീറ്റേഴ്സ്ബർഗും മോസ്കോ ഒക്കെയാണ് കാണാൻ പോകുന്നത്. ഞാൻ ഉദ്ദേശിച്ചത്. ഇതൊക്കെ ഇവിടുത്തെ ചെറിയ ചെറിയ ഷിപ്പുകളാട്ടോ. ഇത് ഇവിടുത്തെ വലിയ വലിയ അപ്പാർട്ട്മെന്റ്. ഇത് റഷ്യന്റെ ഒരു റീജിയണൽ ഏരിയയാണ്. ചെറിയ സിറ്റി. റഷ്യന് പറയാൻ ശിങ്കുവിന് റഷ്യന് എന്തെങ്കിലും കുറ്റം പറഞ്ഞാൽ അപ്പൊ ശിങ്കുവിന് ദേഷ്യം പിടിക്കും. ഞാനിവിടെ 5 വർഷമായിട്ടുണ്ട്. അപ്പൊ ഞാൻ കണ്ടതും മനസ്സിലാക്കിയതൊന്ന് ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഓക്കെ. പക്ഷെ നല്ല ഏരിയ കേട്ടോ. രാത്രി നമുക്ക് എത്ര വേണമെങ്കിലും ടൈം സ്പെൻഡ് ചെയ്യാം. എല്ലായിടത്തും ലൈറ്റൊക്കെ ഇട്ട് വെച്ചിക്കണ്. ഇങ്ങനെ തെണ്ടി തിരിച്ച് ഇങ്ങനെ നടക്കാം. റിവറിന്റെ പേരെന്താണെന്നറിയോ? നോർത്തേൺ ഡിവ്ന റിവർ. ശിങ്കു ബീർ അടിക്കുന്നു ഗൈസ്. അയ്യോ, ഇത് എനർജി ഡ്രിങ്ക് മേടിച്ച് കുടിച്ചില്ല. അപ്പൊ ഞാൻ അത് വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് ചോദിക്കും. അതായത് ഒരു കടയിൽ പോയി എനർജി ഡ്രിങ്ക് നോക്കി. അപ്പൊ ഇതിന് 94, റെഡ് ബുള്ളിന് 109. ഇവളെന്താക്കി, അതിന് വില കൂടുതലാ. എന്നിട്ട് ഇത് ഇടിപ്പിച്ചെന്നെ കൊണ്ട് 10 റുപ്യ ലാഭിച്ചാണ്. ഇത് കണ്ടോ ഈ റിവർ? ഇത് റിവർ കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല. പക്ഷെ ഇത് വിന്റർ ആയി കഴിയുമ്പോഴുണ്ടല്ലോ ഫുൾ ഐസാവും, മൊത്തം ഫ്രോസൺ ആവും. നമുക്ക് മൊത്തം കംപ്ലീറ്റ്ലി ഫ്രോസൺ ആവും. ഇതിൽ ചാടാൻ പറ്റും, ഇതിൽ ചാടി നടക്കാൻ പറ്റും. ഇവിടെ ഇപ്പൊ എന്ത് ചെയ്യും, ഈ ഫ്രോസൺ ആവുമ്പം ഭയങ്കര ടെമ്പറേച്ചർ, ഇവിടെ സ്കേറ്റിംഗ് തുടങ്ങും, അങ്ങനത്തെ ആക്ടിവിറ്റീസ്. പിന്നെ ചിലവരൊക്കെ അങ്ങോട്ട് ക്രോസ് ചെയ്യും, അപ്പുറത്തെ സ്ഥലത്തോട്ടൊക്കെ ക്രോസ് ചെയ്യും. നമ്മള് ഫസ്റ്റ് കയറി വന്നപ്പം ആ ഭാഗത്തുനിന്ന് ക്രോസ് ചെയ്തു. അത് ഡിസ്റ്റൻസ് കുറവാണ്. നൈറ്റ് ലൈഫ് എന്ന് പറയുമ്പോൾ ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടതാണല്ലോ. ഇവിടെ കുറേ ലൈറ്റ് ഇട്ട ഒരു സ്ഥലം കണ്ടുപിടിച്ചു ഞങ്ങൾ അവസാനം. എന്ത് എന്തൊക്കെ പറയുന്നുണ്ടല്ലോ, ഊഞ്ഞാലാടുന്ന കുറെ ഡോറുണ്ട്. ഇത് കുട്ടിയൊക്കെയുള്ള ശിങ്കു. നീ 100 കിലോ ഉണ്ടേ. ഈ കുട്ടി തന്നെയാ. അപ്പോൾ ഇതാണൊരു വാക്കിംഗ് സ്ട്രീറ്റ്. ഇപ്പോഴാണ് പ്രോപ്പറായിട്ട് നൈറ്റ് ആയത്. സമയം 9:06 അപ്പം ഇതാണ് പ്രോപ്പറായിട്ട് നൈറ്റ് ലൈഫ് ആയത്. ഇപ്പോൾ നൈറ്റ് ലൈഫ് ഒന്നും ഇല്ലല്ലോ, ലൈഫായിട്ടൊന്നുമില്ല. ഇവിടെ റിലാക്സ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലം. ഫുഡ് കോർട്ട് ഒന്നുമില്ല, അതൊക്കെ മാറിയിട്ട് തന്നെയാ. ഫുഡ് കോർട്ട് ഇതിന്റെ സൈഡിലൊക്കെ ഉണ്ട്. കോഫി കുടിക്കുന്ന സ്ഥലം. ഇതിപ്പോ ആൾക്കാർക്ക് എന്ത് ചെയ്യാനുള്ളതാ? ഇത് വെറുതെ ഇവിടെ വന്നിരിക്കുക, റിലാക്സ് ചെയ്യാ. പകലൊക്കെ അവിടെ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഇതാണ് ഇവിടുത്തെ നൈറ്റ് ലൈഫ്. ഇതൊക്കെ തന്നെ നൈറ്റ്. വേറെന്താ റഷ്യനെ കുറിച്ച് പറഞ്ഞോളൂ. റഷ്യനെ കുറിച്ച് എന്താ പറയാ, വിന്ററായി കഴിഞ്ഞതൊന്നല്ല, ഈ പച്ച കളറൊന്നല്ല, ഫുള്ള് ഈ ഒരു വഴിയും ഇവിടെ മൊത്തം ഓട്ടല്ലേ, സ്പ്രിങ് ഓട്ടം എന്തോ ഇല വൈത്തൊക്കെ കൊഴിഞ്ഞിട്ടുണ്ട്. ഇനിയോ ഈ സെപ്റ്റംബർ ലാസ്റ്റ് ആവുമ്പോഴേക്കും ഇവിടെ ഇത് മൊത്തം ഇല കൊഴിഞ്ഞിട്ട്
ഫുള്ള് വിന്റർ ആവാൻ തുടങ്ങും ഒക്ടോബർ ഒക്കെ ആവുമ്പോ. അങ്ങനെ ഒച്ചപ്പാട്, ബഹളം, ഡാൻസ്, മറ്റേ തായ്ലാൻഡ് വരെ. ഇത് ഹോട്ടൽ. അപ്പം ഇതാണ് ഇവിടുത്തെ ഒരു നല്ലൊരു സ്പോട്ടാണ്. ഇതിന്റെ അപ്പുറത്താണ് നമ്മൾ താമസിക്കുന്നത് അല്ലേ? തൊട്ടപ്പുറം. എന്തെങ്കിലുമൊക്കെ കൗതുകമായിട്ട് കാണിച്ചു കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക്. ഓക്കെ, ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. രാത്രി 11:30 കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് നാളത്തേക്കുള്ള. അപ്പോൾ ഒരു കുഞ്ഞ് നൈറ്റ് ലൈഫ് വീഡിയോ ആയിരുന്നു. ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് അറിയില്ല. റഷ്യ കൂടുതൽ കാണിക്കാൻ വേണ്ടി പറ്റും. ഞങ്ങൾ നോക്കട്ടെ കേട്ടോ മാക്സിമം അല്ലേ. കുറച്ച് ദിവസങ്ങൾ എല്ലാം ഒന്ന് കറങ്ങാൻ പറ്റുമോ നോക്കാം. ഒന്നാമത് ഇവർക്ക് ക്ലാസ് ഉണ്ടായതുകൊണ്ട് നമുക്ക് അങ്ങനെ ഇങ്ങോട്ടും പോകാനൊന്നും പറ്റില്ല. ബൈ ബൈ.